ഞാൻ സമ്പൂർണ്ണ ഈ ചെടികൾക്ക് ഉപയോഗിച്ച് കൊടുക്കുന്നത് 15, 30, 45 എന്നീ ദിവസങ്ങളിലാണ്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റിജ്നാസ് ചെന്നൈയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് കരുതുന്നു. അൽഹംദുലില്ലാ, ഇവിടെയും സുഖമായിട്ടൊക്കെ പോകുന്നു. ഞാൻ ഈ ഗ്രോ ബാഗിലായി വെച്ച് കൊടുത്തിരിക്കുന്നത് 15 ദിവസമായ കോളിഫ്ലവറിൻ്റെ തൈകളാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് സൂക്ഷ്മാണുക്കളൊക്കെ അടങ്ങിയിട്ടുള്ള സമ്പൂർണ്ണ മൾട്ടിമിക്സ് ആണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ചെടികളിലായി ഉപയോഗിച്ച് കൊടുക്കുകയാണ്. ഇത് ഉപയോഗിച്ച് കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ ചെടികൾക്കുണ്ടാകാവുന്ന സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവുകളൊക്കെ പരിഹരിക്കാൻ കഴിയും. ഈ സമ്പൂർണ്ണയുടെ പൊടി ഒരു 5 മില്ലി എടുത്തതിന് ശേഷം അത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അത് ചെടികളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇത് എനിക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ കൃഷിഭവൻ മുഖേനയാണ്. ഞാൻ ഇതിൽ നിന്ന് 5 മില്ലി സമ്പൂർണ്ണ ഈ ഒരളവിൽ എടുക്കുന്നുണ്ട്. എനിക്ക് ഈ സമ്പൂർണ്ണ കിട്ടിയതിനോടൊപ്പം തന്നെ സ്യൂഡോമോണസ്, വളർച്ചാ ത്വരകം, വിത്തുകൾ ഇതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോയും ഉപയോഗ രീതികളും ഒക്കെ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഐ ബട്ടൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുത്തിരിക്കാം. ഞാൻ സമ്പൂർണ്ണ എടുത്തതിന് ശേഷം 1 ലിറ്റർ വെള്ളവുമായി കൂട്ടി യോജിപ്പിച്ചൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴാണ്ട് ചെറിയൊരു മഞ്ഞ നിറത്തിലാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാനുള്ള ബോട്ടിൽ എടുത്തിരിക്കുകയാണ്. ഈ ലായനി ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഇതുപോലെ ചെറിയൊരു തുണി കൊണ്ടാണ് ഈ ലായനി ഒന്ന് അരിച്ചെടുക്കുന്നത്. ഞാൻ നേരത്തെ അരിപ്പ കൊണ്ടൊന്ന് അരിച്ചെടുത്തപ്പോഴേക്കും അതിലൊക്കെ കരടുണ്ടായി. അതുകൊണ്ടാണ് ഇതുപോലൊരു തുണി വെച്ച് അരിച്ചെടുക്കാമെന്ന് കരുതിയത്. കരടുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ചെടികളിലായി സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ സ്പ്രേ ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ കിട്ടിയ വളർച്ചാ ത്വരകം എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്യൂഡോമോണസിൻ്റെ ഉപയോഗ രീതികളുമൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സമ്പൂർണ്ണ മിക്സ് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ബോട്ടിലൊന്ന് അടച്ചെടുക്കുകയാണ്. നമ്മുടെ ചെടികൾക്കുണ്ടാകാവുന്ന മഞ്ഞളിപ്പ്, അതുപോലെ തന്നെ സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവ്, അതൊക്കെ പരിഹരിക്കുന്നതിനായിട്ടാണ് ഈ സമ്പൂർണ്ണ നമ്മുടെ ചെടികളിലേക്ക് ഉപയോഗിച്ച് കൊടുക്കുന്നത്. ഞാൻ സമ്പൂർണ്ണ ഈ ചെടികൾക്ക് ഉപയോഗിച്ച് കൊടുക്കുന്നത് 15, 30, 45 എന്നീ ദിവസങ്ങളിലാണ്. നമ്മൾ പിരിച്ച് മാറ്റി നട്ടു കൊടുക്കുന്ന ചെടികൾക്കാണ് ഈ ഒരു കണക്കിൽ ഉപയോഗിച്ച് കൊടുക്കേണ്ടത്. ഞാനിവിടെ മുളകിൻ്റെ തൈകളിലും അതുപോലെ തന്നെ കോളിഫ്ലവറിൻ്റെ തൈകളിലുമായിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ നേരിട്ട് നട്ടു കൊടുക്കുന്ന ചെടികളിലാണെങ്കിൽ 30, 45, 60 ദിവസങ്ങളിലായി ഉപയോഗിക്കണം. ഈ ഒരു കണക്കിലാണ് സമ്പൂർണ്ണയുടെ ഉപയോഗക്രമങ്ങൾ. അപ്പോൾ ഈ കോളിഫ്ലവറിൻ്റെ തൈകളും മുളകിൻ്റെ തൈകളുമൊക്കെ ഞാൻ കൊണ്ടുവന്ന് പറിച്ച് മാറ്റി നട്ടതിന് ശേഷം ഇപ്പോൾ 15 ദിവസമായിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ചീരയുടെ തൈ ബോട്ടിലായി നിൽക്കുകയാണ്. അതിലുമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള മഗ്നീഷ്യം, സൾഫർ, സിങ്ക് ഇതെല്ലാം ഈ സൂക്ഷ്മ മൂലകങ്ങളിൽ നിന്ന് കിട്ടുന്നതാണ്. ഇതൊക്കെ കിട്ടുന്നത് കൊണ്ട് നമ്മുടെ ചെടികൾക്കുണ്ടാകാവുന്ന വളർച്ചാക്കുറവ്, അതുപോലെ തന്നെ മഞ്ഞളിപ്പ് ഇതൊക്കെ പരിഹരിക്കാൻ കഴിയും.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.